ചൂട് കാലം വരുമ്പോൾ ചൂടുവെള്ളം മാത്രം കിട്ടിക്കൊണ്ടിരുന്ന 100 വർഷം മുൻപത്തെ ഒരു കൊട്ടാരത്തിലേക്ക് നിങ്ങളൊരു പോർട്ടബിൾ ഫ്രിഡ്ജുമായി ചെന്നാൽ എന്ത് സംഭവിക്കും? പെട്ടിക്കുള്ളിൽ മഞ്ഞുതുള്ളികൾ സൃഷ്ടിക്കുന്ന നിങ്ങളെ കണ്ട് അവർ മഞ്ഞിൻ്റെ ദേവനായി കാണും. തീയോ കണലോ ഇല്ലാതെ പുക വരുന്ന ഈ വെള്ളക്കല്ല് കണ്ട് രാജാവ് ചോദിക്കും, ഇതെന്താ കത്താത്ത കണലാണോ എന്ന്. ഒരു കഷ്ണം ഐസ് രാജാവിൻ്റെ കയ്യിൽ കൊടുക്കുമ്പോൾ അദ്ദേഹം ഇങ്ങനെ പറയും, അയ്യോ തണുക്കുന്നേ എന്ന്. നിങ്ങൾ ഫ്രിഡ്ജിൽ നിന്ന് നല്ല തണുത്ത വെള്ളം എടുത്ത് രാജാവിന് കൊടുക്കുന്നു. അദ്ദേഹം അത് കുടിച്ചു നോക്കുന്നു. അപ്പോൾ അദ്ദേഹത്തിൻ്റെ തലച്ചോറ് വരെ ഫ്രീസായി പോകും. എൻ്റെ തലയ്ക്കുള്ളിൽ ആരോ മുള്ള് വെച്ച് കുത്തുന്നു എന്ന് അദ്ദേഹം പറയും. ഈ വെള്ളത്തിൽ എന്തോ മാന്ത്രിക വിദ്യയുണ്ടെന്ന് പറഞ്ഞ് അദ്ദേഹം അന്തം വിട്ട് നിൽക്കും. പക്ഷേ ആ തണുപ്പ് ആസ്വദിച്ച് കഴിയുമ്പോൾ അദ്ദേഹം പറയും, ഇനി മുതൽ ഈ പെട്ടി എൻ്റെ സിംഹാസനത്തിൻ്റെ അടുത്ത് ഇരിക്കട്ടെ എന്ന്. 3 ദിവസം മുമ്പ് ഉണ്ടാക്കി വെച്ചിരിക്കുന്ന ആഹാരം ഫ്രിഡ്ജിൽ കേടുകൂടാതിരിക്കുന്നത് കണ്ട് നാട്ടുകാർ ഞെട്ടിപ്പോവും. അന്നത്തെ കാലത്ത് പെട്ടെന്ന് ആഹാരം കേടാവുമായിരുന്നു. അതുകൊണ്ട് നാട്ടുകാർ ഇങ്ങനെ പറഞ്ഞു, ഇത് സമയത്തെ തടഞ്ഞു വെച്ചിരിക്കുന്ന പെട്ടിയാണെന്ന്, ഇതിനുള്ളിൽ ആഹാരത്തിന് വയസ്സാകില്ല എന്ന്. ഫ്രിഡ്ജിനുള്ളിലെ ആ ചെറിയ ലൈറ്റുകൾ കത്തുന്നത് കണ്ട് അതിനുള്ളിൽ ഒരു കുഞ്ഞു സൂര്യൻ ഒളിച്ചിരിപ്പുണ്ട് എന്ന് അവർ പറയാൻ തുടങ്ങി. പക്ഷേ ഇതിൽ ചെറിയൊരു പ്രശ്നമുണ്ട്. ചാർജ് തീർന്ന് ഫ്രിഡ്ജ് ഓഫ് ആകുമ്പോൾ ഉള്ളിലെ ഐസ് ഉരുകി വെള്ളം പുറത്തേക്ക് വരുന്നത് കണ്ട് മഞ്ഞുദേവൻ മരിച്ചുപോയി രക്തം വരുന്നു എന്ന് പറഞ്ഞ് അവർ അവിടെ കൂട്ടക്കരച്ചിൽ തുടങ്ങും. അതിനുശേഷം പൂജയും തുടങ്ങും. അങ്ങനെ കേടായ ഫ്രിഡ്ജ് രാജാവ് എന്ത് ചെയ്യുമായിരിക്കും?